സ്വാഭാവികമായിട്ട് അന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയെക്കുറിച്ചാണ്. സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളാക്കിയത്, അവിടെയുള്ള ദ്വാരപാലക ശില്പങ്ങളെ അടിച്ചു മാറ്റിയത്, കട്ടപ്പടിയുടെ കേസ് എല്ലാം അങ്ങനെ ഭയങ്കര രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യ സമയത്ത് അതിൻ്റെ ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ സ്വാഭാവികമായി ഉണ്ടാക്കിയ ഒരു ഒരു ചെറിയ ഒരു ഷെയ്ഡിയായ ഒരു അവസ്ഥ ഉണ്ടാകുകയും സ്വാഭാവികമായി പാർട്ടി നേതാക്കന്മാർ എന്നോട് അതിൻ്റെ ഈ പ്രശ്നം വന്ന് 2026 മാർച്ച് 26 കേസ് എടുക്കേണ്ട കാര്യമില്ല, കൊടിമര പ്രതിഷ്ഠയിൽ യാതൊരുവിധ ക്രമക്കേടും നടന്നിട്ടില്ല, എല്ലാം വളരെ സുതാര്യമായിട്ടാണ് നടന്നിരിക്കുന്നത് എന്ന് വിജിലൻസ് റിപ്പോർട്ട് കൊടുക്കുകയും ഹൈക്കോടതി കേസ് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ കേസ് ക്ലോസ് ചെയ്യുകയും ചെയ്ത അന്ന് തന്നെ നിരവധി നേതാക്കന്മാർ വിളിച്ചു. ഒരു 10-15 ദിവസം മുമ്പായിരുന്നുവെങ്കിൽ അജയത്തറയിൻ്റെ സിറ്റുവേഷൻ ഇതല്ലായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു. പക്ഷേ അത് കാരണമാണ് എന്ന് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങളുടെ പാർട്ടിക്ക് ചില പ്രത്യേകതയുണ്ട്, അത് ആ കാരണം കൊണ്ട് അദ്ദേഹത്തെ മാറ്റാം എന്ന തീരുമാനം ഉണ്ടായിക്കാണ്. അത്രേ ഉള്ളൂ.